ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പാസ്ത റെസിപ്പിയാണ്. പാസ്ത എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് അവൈലബിൾ ആണ്. സ്പാഗറ്റി, ഫ്യൂസില്ലി, മാക്രോണി, അങ്ങനെ പലതരത്തിലുള്ള പാസ്തകളുണ്ട്. എന്നാൽ നമ്മൾ കേരളീയർ എത്രത്തോളം ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കേരളീയർക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പാസ്ത സാലഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്യൂസില്ലി എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മളൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ, അതുപോലെ തന്നെ വലിയൊരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു 5-8 ബീൻസ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതാണെങ്കിൽ ഒരു 3 അതും നീളത്തിൽ അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ്, ചോപ്പ് ചെയ്തെടുത്താണ്. ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും. പിന്നെ ഇത് സെലറിയാണ്, ഒരു ചെറിയ 2 തണ്ടാണ്, അത് ചെറുതായി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് തക്കാളി, അത് 1 അതും നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് പച്ചമുളക്, അത് 3-4 അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കനാണ്, ഇത് കുക്കറിൽ വേവിച്ചതാണ്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പാസ്ത. ഇത് ഫ്യൂസില്ലി എന്ന് പറയും, സ്പ്രിംഗ് പോലെ ഇരിക്കുന്നതാണ്. ഇത് കുറച്ചും കൂടി ടേസ്റ്റാണ് എല്ലാത്തിനേക്കാളും. സ്പാഗറ്റിയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടിയത് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്കാണ്, അതൊരു 1/2 കപ്പ് അതുണ്ട്. പിന്നെ ഇത് സോസുകളാണ്, ടൊമാറ്റോ സോസ്, പിന്നെ ഇത് സോയാ സോസ്, പിന്നെ കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും മതി, വലിയ രുചി വ്യത്യാസങ്ങളൊന്നും വരില്ല. നമ്മൾക്ക് ഇറ്റാലിയൻ ഡിഷിന് പൊതുവെ വെജിറ്റബിൾ നമ്മുടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം. നമുക്ക് പാസ്ത വേവിക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാസ്തയ്ക്ക് ഒരു 8 കപ്പ് വെള്ളം വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പശപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിലേക്ക് സ്പ്രെഡായി നല്ല ക്ലീൻ ആയിട്ട് വെന്ത് വരാൻ നല്ലത്. ഇതൊരു 10-15 മിനിറ്റെങ്കിലും വേവിക്കണം. ഇത് നമ്മൾ കടിച്ചു നോക്കുമ്പോൾ കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ, ടേസ്റ്റ് തോന്നുന്ന രീതിയിൽ ആകണം. അതിലും കൂടുതൽ വെന്ത് അലുത്ത് പോകുന്ന രീതിയിലാകരുത്. അതിന് മുൻപായിട്ട് നമ്മൾ ഇതെടുക്കണം. നമുക്ക് വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് ഇത് വേവിക്കാം. നമ്മൾ അടച്ചു വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്ത ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് പാസ്ത ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ കേരളീയർ പൊതുവെ ന്യൂഡിൽസൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ന്യൂഡിൽസ് പോലെ അല്ല പാസ്തയ്ക്ക് മസാല ഒന്നും കിട്ടുന്നില്ല, പ്ലെയിൻ ആയിട്ട് പാസ്ത കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പം പാസ്ത വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് ചൂടോടെ തന്നെ ആ തിളച്ച പരുവത്തിൽ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളം, അതായത് ടാപ്പ് തുറന്ന് തണുത്ത വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകുക. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള പശപ്പും എല്ലാം ഇത് കഴുകിപ്പോവും. എന്നിട്ട് ഇത് നല്ല വിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ നല്ല ഒട്ടിയൊന്നും പോവാതെ കിടക്കും, ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് താളിക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ജിഞ്ചർ, ഗാർലിക്കൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്കിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇടുവാണ്. ഈ വെളുത്തുള്ളി ഇഞ്ചി മാത്രമാണ് ഇതിൽ പച്ചമണം മാറ്റാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. നമ്മൾ സാലഡിൽ പൊതുവെ അധികം വേവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും വല്ലാതെ വേവിക്കേണ്ട. വെളുത്തുള്ളി ഇഞ്ചിയും അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സെലറിയും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നമുക്ക് വഴറ്റാം. സെലറിയും പച്ചമുളക് അരിഞ്ഞതും ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇടുകയാണ്. സവാളയും ക്യാരറ്റും പിന്നെ ബീൻസും
നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ക്യാപ്സിക്കവും തക്കാളിയും ഇപ്പം ഇടേണ്ട ആവശ്യമില്ല, അതിനധികം വേവില്ല. ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീൻസ് വെന്ത് വന്നാൽ മതി. ക്യാരറ്റിനും സവാളയ്ക്കും അധികം വേവില്ല. ഈ ബീൻസിൻ്റെ വേവാണ് നോക്കിയാൽ മതി. ബീൻസ് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വേവ് പാകമായി. വേണമെങ്കിൽ സിമ്മിലൊന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. അപ്പോൾ ബീൻസ് വെന്ത് കിട്ടും. നല്ലൊരു ഡയറ്റാണ് കേട്ടോ ഇത്. നല്ലപോലെ നമ്മൾ വെജിറ്റബിൾസ് ഇടുന്നുണ്ട്. നമ്മളൊക്കെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ധാരാളമായിട്ട് അകത്ത് ചെല്ലും. വണ്ണം വയ്ക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഡയറ്റാണിത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ബീൻസ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂട് കയറിയാൽ മതിയാവും. തക്കാളി ഇടുകയാണ്. തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടും. എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് സിമ്മിൽ വെക്കാം. ചൂട് കയറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുകയാണ്. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് വഴച്ചിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ സോസുകൾ ചേർക്കാം. സോയാ സോസ്, ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇടാം. പിന്നെ ടൊമാറ്റോ സോസ് അത് 2-3 ടേബിൾ സ്പൂൺ ഇടാം. ചിലയിടത്തൊക്കെ ഷെഫുമാരൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓയിസ്റ്റർ സോസൊക്കെ ഇടും. അതൊന്നും അത്ര നിർബന്ധമുള്ള കാര്യങ്ങളല്ല. നമ്മൾ പലപ്പോഴും ഓർക്കും, അയ്യോ ഈ സോസുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ 2 സോസും മതി. അതൊക്കെ ഒന്നും അത്ര അത്യാവശ്യമല്ല. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായത് ഇതൊന്നും അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഈ റെസിപ്പികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു എരിവിന് പിന്നെ ടേസ്റ്റിനും വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല. വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം. നമ്മൾ ചിക്കനിലും പിന്നെ സ്റ്റോക്കിലൊക്കെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. പാസ്തയിൽ കാര്യമായിട്ട് ഉപ്പുണ്ടാവില്ല, കാരണം ധാരാളം വെള്ളത്തിലിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പ് അധികം പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പാസ്തയും കൂടി ഇട്ടിട്ട് ശരിക്കും ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇത് തീ അണയ്ക്കാനായിട്ട്. സ്റ്റോക്കും കൂടെ ചേർത്തപ്പോൾ കുറച്ച് വാട്ടറി ആയി. ഇങ്ങനെ ഒരു വാട്ടർ ലെവലിൽ നിൽക്കുന്നതാണ് ടേസ്റ്റ്. കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പാസ്ത ഇടുമ്പോൾ ഈ ജ്യൂസും പാസ്തയിലേക്കും കയറി പിടിക്കുമ്പോൾ പാസ്തയ്ക്കുള്ള എല്ലാ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു രുചിയുണ്ടല്ലോ, അത് മാറി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് അതും നല്ല രുചിയായി മാറും. കണ്ട പാസ്തയും കൂടി ഇട്ടപ്പോൾ സാലഡ് നല്ല ഭംഗിയുള്ള ഒരു അവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ എല്ലാറ്റിലും ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റിയായി മാറും. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് നമ്മുടെ വൈറ്റ് സോസിലുള്ള പാസ്തയും ചെയ്യണുണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. വീട്ടിൽ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.